പാർട്ടി പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിന് സ്വീകരണമൊരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. മണ്ഡലം പ്രസിഡന്റും പാലക്കാട് മുനിസിപ്പാലിറ്റി കൗൺസിലർമാരും ചേർന്നാണ് രാഹുലിനെ MLA ഓഫീസിലേക്ക് സ്വീകരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ ചേർന്നുണ്ട്. സാനു, പാർട്ടി പരസ്യമായി തള്ളി പറഞ്ഞിട്ടും രഹസ്യമായി രാഹുലിന് പിന്തുണ നൽകുന്നു എന്നതിന്റെ തെളിവല്ലേ ഇത്? വിഷ്ണു, എന്തായാലും വലിയ വീരപരിവേഷമൊക്കെ നൽകി യുദ്ധം ജയിച്ചു വരുന്ന രാജാവിന് നാട്ടിലെ പ്രമാണിമാർ പ്രജകൾ നൽകുന്ന ഒരു സ്വീകരണമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് എത്തിയപ്പോഴേക്കും കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കളടക്കം കൊടുത്തിരിക്കുന്നത്. അതായത് രാഹുൽ എന്ത് വീരപരിവേഷമാണ്, എന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്തതെന്ന് എന്തായാലും മലയാളികളുടെ മനസ്സിലുണ്ട്. എല്ലാവരും അതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് CS സേവിയർ, ഒപ്പം തന്നെ കൗൺസിലർമാരായിട്ടുള്ള ശൈലജ, അതേപോലെ തന്നെ അനുപമ, ബഷീർ എന്നിവർ ചേർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് MLA ഓഫീസിൽ സ്വീകരണം നൽകിയത്. അതായത് നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്, വലിയ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ മുഷ്ടി ചുരുട്ടി മുകളിലേക്ക് ചുരുട്ടി പിടിച്ചൊക്കെയാണ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെ ഓഫീസിലേക്ക് ആനയിച്ചത്. അതായത് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയപ്പോൾ മുതൽ നമ്മുടെ മാധ്യമ പ്രവർത്തകരടക്കം അദ്ദേഹത്തിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം MLA ബോർഡ് പോലും ഉപേക്ഷിച്ച്, അതായത് സ്വന്തം വാഹനത്തിലുണ്ടായിരുന്ന MLA ബോർഡ് പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിലൂടെ നടക്കേണ്ട അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നത്. BJPയുടെ നേതൃത്വത്തിലടക്കം വലിയ പ്രതിഷേധമാണ് MLA ഓഫീസിലേക്ക് അടക്കമുണ്ടായത്. ചൂലുകൊണ്ടടക്കം MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. പ്രതിഷേധക്കാരെ പോലീസ് റോഡിലൂടെ വലിച്ചടിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും വലിയൊരു സ്വീകരണമാണ് കോൺഗ്രസ് നേതാക്കൾ, അതായത് ഈ MLA ഓഫീസിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയത്. അതായത് സംസ്ഥാന നേതൃത്വം പിന്തുണ നൽകുന്നില്ല എന്ന് പറയുമ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട എല്ലാ പിന്തുണയും ഒരു ഭാഗത്ത് നൽകുന്നതല്ലേ ഒരുക്കി നൽകുന്നത്, അദ്ദേഹത്തിന് വേണ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ നൽകുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ MLA ഓഫീസിലേക്ക് എത്തിയപ്പോഴുണ്ടായ കാഴ്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ തങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ MLAയോട് പറയാനുണ്ട്, അതുകൊണ്ടാണ് MLA ഓഫീസിൽ ഇത്രയും അധികം നേരം കാത്തു നിന്നതെന്ന് ആണ് ഈ പറയുന്ന കൗൺസിലർമാരും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ വരും ദിവസങ്ങളിലും തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എങ്ങനെയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്കായിരിക്കും ഒരുപക്ഷെ പാലക്കാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ BJPയുടെ ജില്ലാ അധ്യക്ഷൻ അടക്കം വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കാതെ സമരത്തിൽ നിന്ന് പിന്തോട്ടില്ല എന്ന് തന്നെയാണ് BJPയും വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.